ഈ തലപ്പത്ത്
എന്നിട്ട് വന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു കുക്കിംഗ് പറ്റില്ല. ഒരു നല്ല അടുക്കള പോലും ഇല്ല ഈ വീട്ടിൽ. കട്ടൻ കാപ്പിയും ഉണക്കപ്പെട്ട് കഴിച്ച് ഞാൻ മടുത്തു. ഫുഡ് പോട്ടെ, ഒന്ന് കുറച്ച് കറിയാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. എന്റെ സങ്കടം ഇവിടെ ആരും കേൾക്കാൻ. കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. ഭാര്യയുടെ വിഷമം കണ്ട് ഉമ്മച്ചനാഥ് കർമ്മസങ്കടത്തിലായി. അവൻ TV ഓഫ് ചെയ്തു. ഇനി എന്ത് ചെയ്യും? ഭാര്യ ത്രേസ്യാമ്മയെ പെടുക്കണോ അതോ വീട് വിട്ടിറങ്ങണോ? ജ്യേഷ്ഠനായ ഇടിക്കുളയെ കൊണ്ട് സംസാരിക്കാൻ ഉമ്മച്ചൻ തീരുമാനിച്ചു. രംഗം 3. ഇടിക്കുളയുടെ മുറി. ഇടിക്കുള അവിടെ ഒരു പാട്ട് പാടുകയാണ്. വീട് തടകത്തി വെച്ചിരിക്കുക. ഇടുക്കുള്ള പാട്ട് നിർത്തി ഉമ്മച്ചനെ നോക്കി. ഉമ്മച്ച, എന്ത് പറ്റിയടാ? പറയണേ. ആകുലതയോടെ ഇടുക്കുള ഉമ്മച്ചന്റെ അടുത്ത് പോയിരുന്നു. ഇടയ 2 സഹോദരരായ ഉമ്മച്ചനും ചാണ്ടി ഇടുക്കുളയ്ക്ക് വലിയ കാര്യമാണ്. അവർക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യുവാനും ഇടുക്കുള തയ്യാറുമാണ്. അപ്പോൾ ഉമ്മച്ചൻ ഇടുക്കുളയോട് പറഞ്ഞു, ഇടിച്ചാലിന്റെ ഭാര്യ നിശ്ചയിച്ച് അവൻ ത്രേസ്യയുടെ കടപ്പാർക്കിൽ പാർക്ക് ചെയ്തു എന്ന് പറഞ്ഞ് അവൾ പിണങ്ങിയിരിക്കുക. എടാ, ത്രേസ്യയെ കുറച്ച് മാറ്റി പാർക്കുക പോലെ, അല്ലെങ്കിൽ ഞാൻ ശിക്ഷയോട് പറയാം. അവള് തിരക്കിലൊക്കെ ചെയ്തതായിരിക്കും. ഇതൊക്കെ ഇത്ര വലിയ കാര്യമാകാനുണ്ടോ? കാർ പാർക്ക് മാത്രമല്ല, ഈ വീട്ടിൽ എല്ലാവർക്കും കൂടി ഒന്ന് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലിപ്പോൾ. എടാ, നമ്മൾക്ക് എല്ലാവർക്കും കൂടെ വന്നിരുന്ന് അതിനെ കുറിച്ച് ചിന്തിച്ചാൽ പോലെ. അത്ര വലിയ പ്രശ്നമാണത്. ഇനി ചർച്ച ചെയ്തിട്ടൊരു കാര്യമുള്ളൂ. ഇടിച്ചാലും ചേച്ചി നോർത്തിൽ വേറെ വീട് മേടിച്ച് അങ്ങോട്ട് താമസമാണ്. നീ എന്താ ഈ പറയുന്നത്? ഇടിച്ചാലും ചേച്ചി നോർത്തിൽ വേറൊരു വീട് മേടിച്ച് അങ്ങോട്ട് മാറണമെന്ന്. എടാ, നീ എന്നോട് ഇത്രയൊക്കെ പറയാൻ നീ വളർന്നോ? അതെ, വളർന്നു. അനുജന്റെ വാക്കുകൾ കേട്ട് ഇടിക്കുളയാകെ ഒന്ന് തകർന്നു. ഒരിടുക്കി പോലെ ആ വാക്കുകൾ ഇടിക്കുളയുടെ ഹൃദയത്തിൽ തറച്ചു കയറി. ഇടിക്കുള 2 അടി പുറകിലോട്ട് വെച്ച് അനുജനുമായി വഴക്ക് കൂടണോ അതോ സ്വന്തം കുടുംബം വിട്ടിറങ്ങണോ? സ്വന്തം വീട്ടിൽ അവന് തന്നെ തോന്നി അവനൊരു ഭാരമാണ്. ആ നൊമ്പരത്തിലും ഇടുക്കളയ്ക്ക് തീരുമാനമെടുക്കാൻ സമയം വിട്ടുന്നില്ല. ഇടുക്കള ഒരു കാര്യം തീരുമാനിച്ചു, എനിക്ക് അനുചിതമായ വഴക്ക് വേണ്ട. രംഗം 4. വഴക്ക് വേണ്ട എന്ന തീരുമാനത്തിൽ ഇടുക്കളയും കുടുംബവും നോർത്തിലേക്ക് വണ്ടി കയറാൻ തീരുമാനിച്ചു. അവിടെ നയന മനോഹരമായ ഒരു വീട് വാടകയ്ക്ക് എടുത്തു. ഇനി ഉമ്മച്ചനെ കണ്ടത് യാത്ര പറഞ്ഞു. ഉമ്മച്ച, നീ സന്തോഷമായി ഇരിക്കുന്നത് കാണുന്നതാണ് എനിക്കിഷ്ടം. ഞങ്ങൾ പോയി വരട്ടെ. നിറകണ്ണുകളോട് നടന്നപ്പോൾ പുറകിൽ നിന്ന് ഉമ്മച്ചൻ വിളിച്ചു,
ഇനി പോകണ്ട എന്ന് പറയാനാണോ അവൻ വിളിക്കുന്നത്? ഇടിക്കുള്ളയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. ഇടിച്ചാലോ? ഉമ്മച്ചൻ വിളിച്ചു. അപ്പോൾ സ്നേഹത്തോടെ ഇടിക്കുള്ള ചോദിച്ചു, എന്താ ഉമ്മച്ച? ഇടിച്ചാലോ, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ദാ ഈ മൊമെന്റോ കൂടി പിടിച്ചോ, ഞങ്ങൾ ഇനിയൊന്നും തന്നില്ല എന്ന് പറയണ്ട. ഇടിക്കുള്ളയുടെ മുഖത്ത് ആ ചിരി അങ്ങ് മാഞ്ഞു. പക്ഷെ എന്തായാലും തന്റെ അനുജൻ സ്നേഹത്തോടെ തരുന്നതല്ലേ. മൊമെന്റോയും മേടിച്ച് ഇടിക്കുള്ളയും ജിഷയും എപ്പിങ്ങിനെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. രംഗം 5. ഇടിക്കുള്ളയെ യാത്രയാക്കിയ ശേഷം ഉമ്മച്ചൻ തിരിച്ച് വീടിനകത്ത് കയറി. വീട്ടിൽ പന്ത് കളിക്കാനുള്ള സ്ഥലം. വീടിനകത്ത് കയറിയ ഉമ്മച്ചൻ സ്നേഹത്തോടെ തന്റെ ഭാര്യ ത്രേസ്യാമ്മയെ വിളിക്കുന്നു. എടി ത്രേസ്യ, നീയും അങ്ങനെ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. വാ, നമുക്ക് രണ്ടുപേർക്ക് ഒന്നിച്ചിരുന്ന് ഒരു സിനിമ നമുക്ക് കണ്ടില്ല. ഇവിടെ ഇപ്പോ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അത് കേട്ട് ത്രേസ്യ ഒന്ന് നാണിച്ചു. ഒന്നുമച്ച, ഒന്ന് നിർത്തുമച്ച, ഇത്രയും സന്തോഷമായിട്ട് ഞാൻ എവിടെ കണ്ടില്ല. അത് കേട്ടപ്പോൾ ഉമ്മച്ചൻ വീട്ടിൽ പോകാനില്ല. എടി, നീ ഇവിടുന്ന് വന്നേ, ഞാൻ നിന്നെ ഒന്ന് കൺകുളിർക്കെ കാണട്ടെ. ഒന്ന് പോ മച്ച. മഹിഴവല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചേച്ചതിന്റെ രാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ഭൂമി സുന്ദരം. അവർ പാട്ടും കൂത്തുമായി ആഘോഷിക്കുന്ന അവസരത്തിൽ അവിടെ മൂന്നാമതൊരാൾ രംഗപ്രവേശനം നടത്തി. അവൻ ചോദിച്ചു, എന്താ ഇവിടെ സംഭവിക്കുന്നത്? അവരുടെ പ്രണയ മുഹൂർത്തത്തിൽ അവിടെ കയറി വന്നത് മറ്റാരുമല്ല, ഉമ്മച്ചന്റെ അനുജൻ ചാണ്ടിയാണ്. അനുജനെ കണ്ട സന്തോഷത്തിൽ ഉമ്മച്ചൻ വിളിച്ചു, എടാ ചാണ്ടി, നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ, നിനക്ക് സുഖം തന്നെയല്ലേ? ചാണ്ടി കുറച്ച് ഗൗരവത്തിലാണ്. എന്നാലും അവൻ പറഞ്ഞു, ഉമ്മച്ച, ഞാൻ സുഖമായി ഇരിക്കുന്നു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അനുജന്റെ ഗൗരവം കണ്ടപ്പോ ഉമ്മച്ചൻ ആകെ ഒന്ന് പതച്ചു. പക്ഷേ ഉമ്മച്ചന് അനുജൻ ചാണ്ടിയെ വലിയ കാര്യമാണ്. ഉമ്മച്ചൻ ചാണ്ടിയോട് ചോദിച്ചു, എന്താ ചാണ്ടി, എന്താ നിനക്ക് പറയാനുള്ളത്? വാ, ഇരിക്കടാ, പറയാ കേക്കട്ടെ. എനിക്ക് ഇരിക്കൊന്നും വേണ്ട. ഒന്ന കാര്യം ഞാനങ്ങ് നേരിട്ട് പറയാം. ഞാൻ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അത് കേട്ട് ഉമ്മച്ചൻ സന്തോഷമുള്ളതായി. നല്ല കാര്യം, നീ ഇപ്പോഴെങ്കിലും തീരുമാനിച്ചത് വളരെ നന്നായി. അച്ചായോ, അത് മാത്രമല്ല പ്രശ്നം. കല്യാണം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ദാ ഈ വീട് നമുക്ക് എല്ലാവർക്കും കൂടെ ഇത് ചെറുതാണ്. അത് ശരിയാണ്. പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിഞ്ഞാൽ പോയത്. ഉമ്മച്ചായോ, അത് വേണ്ട. ഉമ്മച്ചനും ചേട്ടനെയും കൂടെ ആ വെസ്റ്റ് സൈഡിൽ അങ്ങനെ പോയി വീട് മേടിച്ച് അങ്ങോട്ട് മാറണം. അനുജന്റെ വാക്കുകൾ ഒരിടത്തി പോലെ ഉമ്മച്ചന്റെ നെഞ്ചിൽ തറച്ചു കയറി. എടാ, നീ എന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ഞാൻ പറയാൻ വന്നോ? രംഗം 6. സഹോദരൻ തമ്മിലുള്ള വഴക്ക് കണ്ട് അവിടെ അപ്പനായ യോഹന്നാൻ ഓടിയെത്തി. യോഹന്നാൻ പറഞ്ഞു, നിർത്തു മക്കളെ, നിർത്ത്. ഇനി വഴക്കു വേണ്ട. അപ്പനെ കണ്ടപ്പോൾ ഉമ്മച്ചൻ പറഞ്ഞു, അപ്പാ, ഈ ചാണ്ടി എന്നോട് പറഞ്ഞത് കേട്ടോ, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന്. ഞാൻ ഈ വീടിന് വേണ്ടി എന്തെല്ലാം ചെയ്തതാണ്. അഹോരാത്രം ഈ വീടിന് വേണ്ടി ഞാൻ പണിയെടുത്തിട്ട് എന്നോട് ഇറങ്ങിപ്പോൻ പറയാൻ മാത്രം ഇത്രയും ധൈര്യം എങ്ങനെ വന്നു? അത് കേട്ട് യോഹന്നാൻ പറഞ്ഞു, എടാ,
നീ നിന്റെ ജ്യേഷ്ഠൻ ഇടിക്കുളയോടും ഇത് തന്നെയല്ലേ പറഞ്ഞത്? അപ്പോൾ നിന്റെ ജ്യേഷ്ഠൻ ഇടിക്കുള എന്താ നിന്നോട് പറഞ്ഞത്? അതിപ്പോ 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 എടാ, നിന്റെ മൂത്ത ജ്യേഷ്ഠൻ മത്തായി വീട് മേടിച്ച് വേദനയിലോട്ട് പോയപ്പോൾ നിങ്ങൾ ഒരുപാട് സഹായിച്ചില്ലേ? എന്നാൽ നിന്റെ അടുത്ത ജ്യേഷ്ഠൻ ഇടിക്കുള ഈ വീട് വിട്ടിറങ്ങിയപ്പോൾ എന്ത് സഹായമാണ് ചെയ്തത്? അപ്പാ, അങ്ങനെയൊക്കെ ചോദിച്ചാ ഇവിടെ നമുക്കും ചെലവുകളൊക്കെ ഇല്ലേ? എടാ, ഈ വീട് വെറും 4 ചുവരുകളും ഇഷ്ടിക കഷ്ണങ്ങളും ചേർന്നുണ്ടാക്കിയതാണ്. അത് വെറും ഒരു കെട്ടിടം മാത്രം. അതൊരു വീടായി മാറണമെങ്കിൽ അവരുടെ സ്നേഹത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും പ്രതിധ്വനികൾ മുഴങ്ങണം. വിദ്വേഷത്തിനും ഒന്നും ഒരു വീട്ടിലൊരു സ്ഥാനമില്ല. വാശി കൂടുന്തോറും ഈ വീട് വെറും ഒരു കെട്ടിടമായി മാറണം. അത് കേട്ട് ഉമ്മച്ചൻ വികാരവിക്ഷോഭനായി. അപ്പാ, നിർത്തപ്പാ, നിർത്ത്. എന്നെ കൂടുതൽ ദത്തസങ്കടത്തിലാക്കാതെ. എടാ മക്കളെ, ഈ കെട്ടിടം ഒരു വീടായി മാറ്റാൻ നിന്റെ ജ്യേഷ്ഠന്മാരും നിന്റെ പൂർവികരും എല്ലാം ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. അവരെല്ലാം അത്രയും കഷ്ടപ്പെട്ട എന്തിനാണെന്ന് നിനക്കറിയാമോ? ഇത് കേട്ട് ഇളയവനായ ചാണ്ടി കുറച്ച് ദാർഢ്യത്തോടെ, അപ്പാ, നിങ്ങളും അതുപോലെ കഷ്ടപ്പെടണമെന്നാണോ അപ്പനെ പറഞ്ഞോണ്ട് വരുന്നത്? അല്ല മോനെ, അല്ല. നിങ്ങളെ കഷ്ടപ്പെടാനാണെങ്കിൽ എന്തിനാ പിന്നെ ഞങ്ങളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടത്? എനിക്ക് ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. വല്ലപ്പോഴും ആണെങ്കിലും നിങ്ങളൊക്കെ ഇവിടെ കൂടുമ്പോൾ കൈയും ചിരിയും ഈ 4 ചുവരുകളും നിറഞ്ഞു കേൾക്കണം. അത് മാത്രം മതി ഈ അപ്പന്. അത് കേട്ടപ്പോൾ ചാണ്ടിയുടെ മനസ്സിൽ നൊന്തു. അപ്പാ, നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം മനസ്സിലാക്കണം. ദേഷ്യവും വിദ്വേഷവും ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ മാത്രമാണ്. നിങ്ങളുടെ മനസ്സിൽ അവർക്ക് സ്ഥാനമേ ഉണ്ടാകരുത്. മനസ്സിൽ ദേഷ്യം വന്നാൽ, വിദ്വേഷം വന്നാൽ സ്വയം ഒന്ന് തോറ്റു കൊടുക്കുന്നവരാ. ആ തോൽവിയിലും ഒരു വിജയമുണ്ട്. ആ വിജയമാണ് ഈ കുടുംബത്തിന്റെ അധികാരം. അത് കേട്ട് ചാണ്ടി വിങ്ങിപ്പെട്ട് പറഞ്ഞു. അപ്പാ, ശരിയാണപ്പാ, അപ്പാ, ശരിയാണപ്പാ, എന്നോട് ക്ഷമിക്കണം അപ്പാ, ക്ഷമിക്കണം. ചാണ്ടി, എന്നോടല്ല നീ ക്ഷമ ചോദിക്കേണ്ടത്. നിന്റെ ജ്യേഷ്ഠൻ ആ ഉമ്മച്ചനമാണ് ക്ഷമ ചോദിക്കേണ്ടത്. ചാണ്ടി ഉമ്മച്ചനെ നോക്കി. ഉമ്മച്ചൻ ചാണ്ടിയെ നോക്കി. അവർ രണ്ടുപേരും കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ചാണ്ടി, ഉമ്മച്ച, ചാണ്ടി, ഉമ്മച്ച. ഉമ്മച്ചൻ എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ ചാണ്ടി. ഒത്തിരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സന്തോഷവും സങ്കടവും കൊണ്ട് വീട്ടുകൊണ്ടിയ യോഹന്നാൻ മക്കളെ കെട്ടിപ്പുണർന്നുകൊണ്ട് പറഞ്ഞു, മക്കളെ, ഇന്നിതൊരു വീടായി മാറിയതാ. ഒരു കൂട്ടുകുടുംബമാകുമ്പോൾ അവിടെ പാലപ്പിഴകൾ ഉണ്ടാകാം, താളപ്പിഴകൾ ഉണ്ടാകാം. അവിടെ ഒത്തൊരുമ വേണമെന്ന് പറയാൻ എളുപ്പമാണ്. എന്നാൽ നമ്മൾ ഓരോരുത്തരും അത് പ്രവർത്തികമാകണമെങ്കിൽ നമ്മൾ ഒരു മനസ്സായി, ഒരു കൂട്ടായ്മയായി പ്രവർത്തിക്കണം. എന്നാലേ ഒരു യഥാർത്ഥ കുടുംബമായി മാറും. ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചാൽ നിങ്ങളെ ചിന്തിപ്പിക്കുകയും ഒന്ന് ചിന്തിപ്പിക്കുകയും ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഈ വലിയ കഥാപ്രസംഗം കേട്ടിരുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ വിജയച്ഛനോടും മറ്റു വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ലിനുവച്ഛനോടും ഇതിന്റെ എല്ലാ കമ്മിറ്റി ഭാരവാഹികളോടും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് വെസ്റ്റി ബോയ്സിന്റെ ഈ കഥാപ്രസംഗം ഇവിടെ സമാപിക്കുന്നു. നന്ദി.